സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ മൂവിയുടെ പേരാണ് പുഷ്പ 2 ദ റൂൾ. നമ്മളിങ്ങനെ മട്ടൺ അല്ലെങ്കിൽ കോഴീനൊക്കെ സോറി കോഴിയല്ല മട്ടണ് അറക്കുന്നൊരു രീതിയുണ്ട്. റബ്ബ അങ്ങനെ അറക്കുന്ന ഒരു രീതി ഇവിടെയും നമുക്ക് കാണാം. നമ്മുടെ ഓഡിയൻസിനെ അങ്ങോട്ട് സുകുമാർ റൈറ്റിങ്സ് എന്ന് പറയുന്ന ആ ഗഡി റബ്ബ് എന്ന് പറഞ്ഞിങ്ങനെ അറുത്ത് പോന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞു ആസ് യൂഷ്വൽ വന്ന് വേറെ ഇറങ്ങിപ്പോയി. 3 മണിക്കൂറിന് മേലെ 3:30 തികച്ചില്ല, എന്നാലും 3:15 3:20 സംതിങ് എന്തോ ദൈർഘ്യമുള്ള ഒരു സിനിമ. ഒരു രക്ഷയില്ല ഗൈസ്. കളർഫുള്ളാണോ? ആണ്. പാട്ടുണ്ട്, യെസ്. ഐറ്റം ഡാൻസ് ഉണ്ട്, യെസ്. എൻ്റെ പറയേണ്ട കാര്യം രശ്മിക ഫുൾ ടൈം ഫീലിങ്സ് പറഞ്ഞിട്ട് അല്ലു അർജുൻ്റെ മേത്തേക്ക് ഇങ്ങനെ മെക്കിട്ട് കയറി കളിക്കുകയാണ് ഗൈസ്. പുഷ്പ 1ൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ പടം കാണിക്കുന്നത്. ശിഖാവത്തും നമ്മുടെ മറ്റു പുഷ്പയും തമ്മിലുള്ള ആ ഒരു റൈവൽറി, അതിൻ്റെ തുടർച്ച ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെയൊക്കെ ഉണ്ട്. പിന്നീട് അങ്ങോട്ട് കഥ അങ്ങോട്ട് വഴുതി പോവാണ്. ശിഖാവത്തിനെ അങ്ങോട്ട് നൈസായിട്ട് എന്താ പറയുക, ബാറ്റ്മാനിലെ ജോക്കറിനെ പോലെ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ട് കക്ഷിനെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് വേറെ ഏതോ ഒരു സ്കെലിട്ടൺ കൈനെ പിടിച്ച് കൊണ്ടുവന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. അത് എന്താ ഒരു ക്ലൂ, ഐ തിങ്ക് പുഷ്പ 1 വീണ്ടും കാണേണ്ടി വരും. കാരണം അതിലുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ വ്യക്തി കാരനാണ് ഇപ്പോൾ പുഷ്പ 3 ദ റാംപേജ് എന്ന് പറയുന്ന ആ ഒരു ഫിനാലെ കാത്തിരിക്കേണ്ടി വരുന്നത്. സോ ഒബ്വിയസ്ലി യു നോ എന്തായിരിക്കും അതിന് എന്നുള്ളത്. ആൻഡ് സുകുമാർ റൈറ്റിങ്സ് ഐ തിങ്ക് ഹി തോട്ട് RRR എന്ന് പറയുന്ന സിനിമയെ കടത്തി വെട്ടിക്കാൻ മാത്രം കഴിവുള്ള വ്യക്തിയാണ് കക്ഷി. സോ കക്ഷി എഴുതിയ 2ാമത്തെ പടം വെട്ടിക്കും സ്വപ്നത്തിൽ. ഓൺ എ സീരിയസ് നോട്ട്, ഞാൻ റിവ്യൂസൊക്കെ കണ്ടു. റിവ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫേസ് ടു ഫേസ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള റിവ്യൂസ് കണ്ടിട്ടാണ് പടം കാണാൻ പോയത്. ഓഡിയൻസ് വാസ് ലൈക്ക് കങ്കുവ കമ്പയർ ചെയ്യേ വേണ്ട. പക്ഷെ ഇത് പ്രതീക്ഷ ഇതിൽ ഒരു നിലവാരത്തിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. പോരാ, അല്ലെങ്കിൽ ഫൈനൽ ഫൈറ്റ് കയ്യും കാല് കെട്ടിയിട്ട് ആ ഒരു ഫൈനൽ ഫൈറ്റ് ഇങ്ങനെ പുലിനെ പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അതൊക്കെ എന്തോ ടോട്ടലി എന്തോ ഒരു ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയായിരുന്നു ഒട്ടുമിക്ക പേരും. ഒരു പണം കൊള്ളാം, പക്ഷേ എന്തോ എന്തോ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്തു. നോ, ഞാൻ പടം കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ ഒരു ഫ്രാഞ്ചൈസിന് ഈ ഒരു ഭാഗം സെക്കൻഡ് പാർട്ട് ഇങ്ങനെ അല്ലാതെ കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് ഫസ്റ്റ് പാർട്ട് ഇൻട്രഡക്ഷനാണ്. പുഷ്പ എങ്ങനെ ദ റൈസ് എങ്ങനെയാണ് കക്ഷി റിവോൾവ് ഉണ്ട്, ലൈക്ക് ആളെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ആ ഒരു ക്യാരക്ടർ എത്ര താഴ്ത്തട്ടിൽ നിന്നാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ കഴിവുകൊണ്ട് ആ ഒരു മേന്മയിലേക്ക് എത്തുന്നത്. സോ അതാണ് പുഷ്പ 1 ദി റൈസ് സംസാരിക്കുന്നത്. സോ പുഷ്പ 2 ദ റൂൾ പിന്നെ അറിയാമല്ലോ, കക്ഷി ആ ഒരു നിലവാരത്തിലേക്ക് എത്തി. പിന്നെ ആ ഒരു സിൻഡിക്കേറ്റിനെ കൊണ്ട് നടക്കുന്ന ഒരു പെടാപാട്, അതായിരിക്കും സെക്കൻഡ് പാർട്ട് സംസാരിക്കുന്നത്. തേർഡ് പാർട്ട് മെയിൻ വില്ലൻ കടന്നു വരുന്ന ഒരു സീൻ. സോ മെയിൻ വില്ലൻ വരാനുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ഈ ഒരു സിനിമയിലും സെക്കൻഡ് ഹാഫിൻ്റെ ക്ലൈമാക്സ് കൂടി കാണിക്കുന്നത്. ഇഷ്ടപ്പെടാത്ത ഒരു ഒറ്റ കാര്യം, ശിഖാവത്തിനെ ഒരു പക്ക ക്ലൗണാക്കി മാറ്റി എന്നുള്ളതാണ്. ലൈക്ക് ഈസ് മോർ ലൈക്ക് എ സൈക്കോപാത്ത്. ലൈക്ക് അവനെ കൊണ്ട് സോറി പറയിപ്പിക്കണം, എന്ത് വന്നാലും ശരി അവനെ കൊണ്ട് സോറി പറയിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു ഇത്, അതൊക്കെ ഓക്കെ തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിൽ വാസ് വെരി ആപ്റ്റ് ഫോർ ദി റോൾ. പക്ഷേ അറ്റ് ദി എൻഡ് കക്ഷിയുടെ ആ ഒരു എൻഡിങ് ഉണ്ട്, ആ ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചിട്ടേക്കുന്ന ദാറ്റ് വാസൻ നെസസറി. ലൈക്ക് എന്തിനത് ചെയ്തു എന്നുള്ളത് ടോട്ടലി എനിക്കെന്തോ ദഹിക്കുന്നില്ല ആ ഒരു ഭാഗം. ശിഖാവത്തിന് കുറച്ചും കൂടി പാർട്ട് 1 അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിരുന്ന ഒരു ക്യാരക്ടറിനെ ഈ ഒരു സെക്കൻഡ് സിനിമയിൽ കൊണ്ടൊരു കോമഡിയാക്കിയിട്ട് നൈസായിട്ട് ഒരു അറ്റത്തുണ്ട്. നീ പോയിക്കോ, ഞാത്ത വീടില്ല കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട്. അതെനിക്ക് തീരെ ഇങ്ങോട്ട് തയ്ച്ചില്ല.
ആൻഡ് എവിടെയോ ഒരു 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 സ്നിപ്പറ്റ് ഒരു 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 ഇൻ്റർവ്യൂ സ്നിപ്പറ്റിൽ ഞാൻ കണ്ടു ഫാസിൽ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് സുകുമാർ സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഒരു റോള് ചെയ്യാൻ തീരുമാനിച്ചത്. ഐ വാസൻ ടോട്ടലി ഓക്കെ ഫോർ ഇറ്റ്. ഇൻഡയറക്റ്റ്ലി അക്ഷയ് പറയുന്നുണ്ടായിരുന്നു. യെസ് ആൻഡ് ഐ അഗ്രി വിത്ത് ഹിം. വേണ്ടായിരുന്നു. സോ ഗൈസ്, കോമഡിക്ക് കോമഡി ഉണ്ട്. ആൻഡ് ചില ഭാഗങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തെങ്കിലും അത് കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്. സോ പേടിക്കേണ്ട, നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കോമഡി കിട്ടിയില്ലെങ്കിൽ കോമഡി അല്ലാത്ത ഭാഗങ്ങൾ കണ്ട് നിങ്ങൾ ചിരിച്ചോളും, നോ പ്രോബ്ലം. ആൻഡ് ഇതിൽ കക്ഷി ഉപയോഗിക്കുന്ന ഒരു പജീറോ ഉണ്ട്, പക്ഷെ അധികം ഇമ്പോർട്ടൻസ് അതിൻ്റെ കൊടുത്തിട്ടില്ല. ബട്ട് മൈ ഐസ് വോർ ഓൺ ദോസ് വെഹിക്കിൾസ്. കാരണം പജീറോയുടെ സൈഡ് ഭാഗം മാത്രം കാണിച്ചിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം അവിടെ കാണിക്കുന്നില്ല. വൈ ടോട്ടലി ബാഡ്. ആൻഡ് യെസ്, തുടക്കത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനും പിന്നെ ലാസ്റ്റ്ലി വരുന്ന ഒരു സീനും ഉണ്ട്. കക്ഷി മൊത്തം എന്താ പറയുക, ഇൻ്റർനാഷണൽ ശ്രീഹല്ലി പറഞ്ഞ ഒരു നഗരമൊക്കെ അല്ല ചെറിയൊരു ഗ്രാമം കാടൊക്കെ വിട്ടിട്ട് കക്ഷി മൊത്തം ഇൻ്റർനാഷണൽ സ്കെയിലുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങണു. സോ ലൈക്ക് ടോട്ടൽ KGF സെറ്റപ്പാണ് പടം. അവിടെ ഗോൾഡ് ആണെങ്കിൽ ഇവിടെ രക്തചന്ദ്രൻ, അതെന്നെ പരിപാടി. ടോട്ടലി ഡിഫറെൻറ്റ് യൂണിവേഴ്സ്. സോ ഓവറോൾ പടം യെസ്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. അത്രയ്ക്ക് എഫേർട്ട് ഇതിലെടുത്ത് വെച്ച് കൊടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും. ആൻഡ് യു നോ, ആഫ്റ്റർ ഓൾ ജസ്റ്റ് എ ഫാൻറ്റസി മൂവി. ലൈക്ക് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒന്നും നോക്കിയിട്ട് ഇരുന്ന് പടം കണ്ടറിയിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇതിൽ എന്താ പറയുക, KGF പോലെ, KGF റോക്കി പോലെ ശ്രീഹള്ളിയിലെ പുഷ്പരാജ് പടം കൊള്ളാം ഗൈസ്, കൊള്ളാം. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 2 ഒട്ടുമിക്ക സിനിമകളിലും ഇങ്ങനെ തന്നെയാണ് വരാറ്. യു വോണ്ട് ഫീൽ ആ ഒരു DNA അല്ലെങ്കിൽ ആ ഒരു തംനെസ് പുഷ്പ 1 പോലെ പുഷ്പ 2 ഫീൽ ചെയ്യുക. അത് എല്ലാ മൂവീസിലുള്ളത് തന്നെയാണ്. പാർട്ട് 2 വിൽ നെവർ ഫീൽ ദ സെയിം ലൈക്ക് പാർട്ട് 1. പാർട്ട് 1ൻ്റെ നിലവാരത്തിൻ്റെ അത്രയ്ക്കും പാർട്ട് 2 ഏതൊരു സിനിമയും വരാറില്ല പൊതുവെ. ദാറ്റ് ഈസ് ദ പാറ്റേൺ. സോ ഗൈസ്, ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ഇറ്റ്. കാരണം ഇതിൻ്റെ ഫിനാലെ ദ റാംപേജ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഭയങ്കര അതിഗംഭീരമായിരിക്കണം. കാരണം ഇതിൻ്റെ എൻഡിങ്, കാരണം ഈ ഒരു ക്ലൈമാക്സ് സീനിൽ വരുന്ന ആ ഒരു ബൊക്കയും അതിൻ്റെ മേലെ വരുന്ന സ്കള്ളിൻ്റെ ആ സൈനും അത് പൊട്ടിത്തെറിക്കുന്ന ആ വെന്യൂ. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു വെന്യൂവിൽ പുഷ്പയുടെ ബന്ധുക്കളും അടുത്ത കൂട്ടുകാരുള്ള സ്ഥലത്ത് ഒരു ബോംബ് സ്ഫോടനം നടന്നെങ്കിൽ ഇത് ഗോൺ ബി വെരി പിസ്ഡ് ഓഫ്. സോ ഇനി അടുത്ത നടക്കാൻ പോണത് റാംപേജ്. യെസ്, മൊത്തം ഇടി വിട്ട് കുത്ത് തീർന്നു. ഓവറോൾ കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്, പടം കൊള്ളാം. ആൻഡ് ഫൈനൽ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു കൈയും കാലും കെട്ടി വച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കക്ഷിക്ക് ചൂടുണ്ടാവാനുള്ള കാരണം ലൈക്ക് ഐ വാസ് അലോങ് വിത്ത് ദി ഹീറോ. കൊള്ളാം, അവൻ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. സോ റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ല, ബട്ട് യു നോ ദിസ് ഈസ് എ ഫാൻറ്റസി മൂവി. അത് അതിൻ്റേതായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു എൻജോയ് ദി മൂവി എന്ന് മാത്രം എനിക്ക് പറയാനുള്ള കേസ്. എല്ലാത്തിലും നേരത്തെ പറഞ്ഞ പോലെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, A²+B² ഒക്കെ തപ്പി നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പടത്തിൻ്റെ റിവ്യൂമായിട്ട് വരാം. ആസ് യൂഷ്വൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. മാർക്കോ ആണ് എൻ്റെ അടുത്ത പ്രതീക്ഷ. പിന്നെ ബറോസ് 3D അത് എന്തോ ഒരു ഉൾവിളി, അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. സോ ഗൈസ്, അടുത്ത റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആസ് യൂഷ്വൽ.